വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷ സമാരോപ എറണാകുളം പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വച്ച് നടന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ ഉപാധ്യക്ഷ ഡോക്ടർ സിന്ധു രവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി പ്രസന്ന ബാഹുലയൻ അധ്യക്ഷത വഹിച്ചു. അഖില ഭാരതീയ സംയോജക ശ്രീ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ഭാരതം ലോകത്തിലെ ഏറ്റവും പവിത്രമായ ഹിന്ദുക്കളുടെ ഒരു പുണ്യഭൂമിയാണ് എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഹിന്ദുധർമ്മം ജനിച്ചത്, ഹിന്ദുധർമ്മം പുഷ്ടിപ്പെട്ടത്, ഹിന്ദുധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദർശന സംഹിത രൂപീകരിക്കപ്പെട്ടത്, അതിന്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നും ഹിന്ദുക്കളായി അധിവസിക്കുന്നത് നമ്മുടെ ഈ ഭാരതവർഷത്തിലാണ്. ഈ ഭാരതവർഷത്തിന് ലോകത്തിന് നൽകുവാൻ ഒരു സന്ദേശമുണ്ട്. അത് ഹൈന്ദവമായ സന്ദേശമാണ്. അതിനെ ചിന്മയാനന്ദ സ്വാമിയും വിവേകാനന്ദ സ്വാമിയും ഒക്കെ തന്നെ നമ്മുടെ മുമ്പിൽ, ചിന്മയാനന്ദ സ്വാമി ഗീതയുടെ വാക്കുകളിലൂടെ, വിവേകാനന്ദ സ്വാമി നമ്മുടെ വേദാന്ത ദർശനത്തിന്റെ വാക്കുകളിലൂടെ ഒക്കെ നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു. വിവേകാനന്ദ സ്വാമിക്ക് പറയുമായിരുന്നു, ഭാരതത്തിന്റെ വ്യക്തിത്വം എന്നുള്ളത് സേവനവും ആധ്യാത്മികതയുമാണ് എന്ന്. അദ്ദേഹം പറയുമായിരുന്നു, കോൺകർ ദി വേൾഡ് വിത്ത് സ്പിരിച്വാലിറ്റി. ഭാരതം ലോകത്തെ കീഴടക്കുന്നത് അതിന്റെ ആത്മീയ സത്ത കൊണ്ടാണ്. ആ ആത്മീയ സത്തയുടെ പേരാണ് ഹിന്ദുത്വം എന്നുള്ളത്. ചിന്മയ യുവ കേന്ദ്രത്തിന്റെ സ്വാമിജി സുധീർ ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നമ്മള് ഗണേശോത്സവം നടത്തുന്നു, അറിയാമല്ലോ ഇതിന്റെ ചരിത്രം. ഞാൻ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഇത് ഹൈലി ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണെങ്കിൽ കൂടെ അതിനേക്കാൾ ഉപരി ഇതേ ഉത്സവത്തിനെ നമ്മുടെ ആചാര്യന്മാര്, നമ്മുടെ നേതാക്കന്മാര് രാഷ്ട്രീയമായിട്ട് കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. വേറൊരു മതത്തിൽ ഇത് നടക്കില്ല. എന്താ 1890-കളിലാണ് നമ്മള് ഗണേശ വിസർജനമൊക്കെ നടത്തുമെങ്കിലും ഇതിനെ ഒരു സാമൂഹിക ഉത്സവമാക്കി മാറ്റിയത് ലോകമാന്യ തിലകാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിൽ. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഒരു ഹൈന്ദവ ബിംബത്തിനെ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ആചാരത്തിനെ ഇവിടെ രാഷ്ട്രീയപരമായിട്ടും നമുക്ക് ഉപയോഗിക്കാമെന്നാണ്, അങ്ങനെ ഉപയോഗിക്കണം എന്നാണ്. ആലോചിച്ച് നോക്കൂ, ഈ ഒരു ഗണേശോത്സവം ഹൈലി ഫിലോസഫിക്കലാണ്. എന്താ, നമ്മളെല്ലാവരും എല്ലായിടത്തും ഈശ്വരനെ കാണണം എന്ന് പറയും ഇല്ലേ? തൂണിലും തുരുമ്പിലും അങ്ങിരിക്കുന്നു, ദൈവം ഇരിക്കുന്നു എന്നെല്ലാം പറയും. ഈശ്വരന് രൂപമുണ്ടോ? എല്ലാ രൂപങ്ങൾക്കും എല്ലാ ഗുണങ്ങൾക്കും അതീതനായിട്ടുള്ള ആ ഭഗവാനെ പൂജിക്കാൻ നമുക്ക് ഇപ്പൊ പറ്റുന്നില്ലായിരിക്കും ഈ ഒരു തുടക്കത്തില്. അതുകൊണ്ട് എന്താ, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മണ്ണുകൊണ്ട് ഒരു ഗണേശനെ ഉണ്ടാക്കാനാണ്. ഉപാസനയുടെ തലമാണ് ആചാര്യന്മാര് കാണിക്കുക. അങ്ങനെ നമ്മൾ ചില സ്ഥലത്ത് 11 ദിവസം, ചിലയിടത്ത് 21 ദിവസമൊക്കെ ആയിരിക്കും പൂജ. നമ്മൾ ഇഷ്ടമുള്ള രൂപത്തിൽ ഭഗവാനെ ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ ചിലപ്പോ ഗണേശ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കും. ഒരു ഗണേശ വിഗ്രഹം വേറൊരെണ്ണം പോലെ കാണില്ല. കാര്യം എന്നാ, അവരുടെ മനസ്സിലുള്ള വിഗ്രഹമായിരിക്കും ഉണ്ടാക്കി വരുമ്പോൾ വേറെ കണക്കിരിക്കും, പക്ഷെ അതും ഗണേശനാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഗണേശനെ നമ്മൾ ആരാധിക്കും. ആരാധിച്ചതിന് ശേഷം ആ ഗണേശനെ നമ്മൾ നിമഞ്ജനം ചെയ്യും. ഫോമിൽ നിന്ന് ഫോംലെസ്സിലേക്ക് പോകാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഒരു എവല്യൂഷൻ കൂടെയാണ് എന്ത് ഗണേശോത്സവം. പ്രഖണ്ഡ് പ്രസിഡന്റ് ശ്രീ സോമനാഥൻ നന്ദി പ്രകാശിപ്പിച്ചു. ശേഷം മഹാ ആരതിയും ലക്ഷ്മി വിനായക മന്ത്രം ഉരുക്കഴിച്ച നാണയങ്ങളുടെ വിതരണവും പ്രസാദ വിതരണവും നടന്നു.